ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. അപ്പോൾ ഇന്നത്തേത് റമദാൻ ഡേ വ്ളോഗാണ്. ഒന്നാമത്തെ നോമ്പിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് അതിന് ശേഷമുള്ള 3 നോമ്പുകളുടെ വിശേഷങ്ങളും ഒരുമിച്ചാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, കണ്ടു നോക്കുക. ആദ്യം ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല പഴുത്ത പഴം ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നേന്ത്രപ്പഴം ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് തോല് കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ഏലക്ക കൂടി ഇടണം. പിന്നെ അല്പം പഞ്ചസാരയും. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്ത പഴത്തിലേക്ക് ഒരല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും ചേർക്കാം. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തീരെ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ചേർക്കാം. എന്നാൽ വെള്ളം കൂടിപ്പോരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഈ ഒരു ബാറ്റർ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനിയിപ്പം ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. തണ്ണിമത്തന് തീരെ പുളി ഇല്ലാത്തതുകൊണ്ട് ഒരു ഓറഞ്ചും കൂടി ചേർക്കാം. ഓറഞ്ചിന് പകരം നാരങ്ങാ നീര് ചേർത്താലും മതി. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും കൂടി ചേർക്കണം, അല്പം നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ കുരു മാക്സിമം ഒഴിവാക്കുക, ഇല്ലെങ്കിൽ കയ്പുണ്ടാവും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. തണ്ണിമത്തൻ്റെ കുരുവും ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇക്കത കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇക്ക പിന്നെ പള്ളിയിൽ നിന്നാണ് കേട്ടോ നോമ്പ് തുറക്കാറുള്ളത്. പള്ളിയിൽ നോമ്പ് തുറക്കുന്നവർക്കായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇക്ക പിന്നെ അവിടെ നിന്ന് അങ്ങനെ നോമ്പ് തുറക്കും. പിന്നെ ഡിന്നറൊക്കെ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കൂല, അങ്ങനെയൊക്കെയാണ്. അങ്ങനെതാ നോമ്പ് തുറക്കാനുള്ള ടൈം ആയപ്പോഴേക്കും ഇക്ക പള്ളിയിലേക്ക് പോയി. ഇനിയിപ്പോൾ ദാ ഒരു സ്നാക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതാ ബാക്കി വന്ന പഴം വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. നമുക്ക് ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ രാത്രി ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഒന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ചിട്ട് കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം തലേദിവസത്തെ മട്ടൻ കറി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചൂടാക്കിയെടുത്തതാണ്. മക്കൾക്ക് പിന്നെ സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. എന്നാൽ സ്നാക്സ് ഉണ്ടാക്കാതിരിക്കാനും പറ്റില്ല, അവർക്കത് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നാളെയും നോമ്പ് പിടിക്കാനുള്ളതല്ലേ, ക്ഷീണമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചാണ് പിന്നെ അവരെ കഴിപ്പിക്കുന്നത്. അങ്ങനത്തെ തറാവീഹും കഴിഞ്ഞതിന് ശേഷം ഇക്കത വീട്ടിലെത്തി. ഇക്ക പിന്നെ അന്ന് ദോശയൊന്നും കഴിച്ചിട്ടില്ല, പള്ളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ ദാ നോമ്പിൻ്റെ 3-ാം ദിവസമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് പുലർച്ചെ അത്താഴം കഴിക്കുന്നതാണ് കേട്ടോ. അത്താഴത്തിന് പുട്ടും പിന്നെ നെയ്യിൽ പൊരിച്ചെടുത്ത പഴമാണ് കേട്ടോ ഉണ്ടാക്കിയത്. പുട്ടിന് പിന്നെ അന്ന് കറിയൊന്നും ഉണ്ടാക്കിയില്ല. പകൽ നമുക്കിങ്ങനെ നെഞ്ചരിച്ചിലും കാര്യങ്ങളൊക്കെ വരികയാണ്, അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയതാണ് കേട്ടോ. പിന്നെ അങ്ങനെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് ഒരു 10 മണിക്കൊക്കെയാണ് കേട്ടോ എല്ലാവരും എണീറ്റത്. ആ ഒരു സമയത്ത് ഇതാ ഫിഷൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഇന്ന് ചോറുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. നോമ്പ് തുറന്നിട്ട് എന്നും കാപ്പി തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ദിവസം ചോറാക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീനിലേക്ക് ഞാൻ അല്പം തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ മസാല പുരട്ടി വെക്കുകയാണ്. മസാലയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്.
പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ പുരട്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനിടയിൽ ചോറും ഒന്ന് വാർത്തിട്ടു. ഇനിയിപ്പോൾ മീൻകറി റെഡിയാക്കുകയാണ്. വെളിച്ചെണ്ണയിലേക്ക് അല്പം ഉലുവ പൊട്ടിച്ചിട്ട് സവാളയും തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് പൊടികൾ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫിഷ് കറി റെഡിയാക്കുന്നത്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ അല്പം കുരുമുളക് പൊടി, ഇത്രയാണ് ചേർത്തത്. ഈ ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയൊക്കെ എൻ്റെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഫിഷ് കറി ഇവിടെ റെഡിയാവുകയാണ്. അതിനിടയിൽ ഞാൻ അല്പം കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ ആ ഒരു ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നെത്തോലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നെത്തോലിക്ക് അധികം വേവൊന്നുമില്ല, ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ മക്കൾക്കൊക്കെ ഈ ഒരു സമയത്ത് എക്സാമിൻ്റെ ചൂടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇരുന്ന് പഠിക്കുകയാണ്. ഞാൻ ആ ഒരു ടൈമിൽ ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കുകയാണ്. അതിനിടയിൽ ബീൻസ് തോരനും കൂടി റെഡിയാക്കി. ഇനി ഇന്നത്തേക്കുള്ള ജ്യൂസ് ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിളിൻ്റെ ആ ഒരു തോലൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു മുള്ള് വരുന്ന ഭാഗവും കുറച്ച് പീസസും ഒക്കെ ആയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു ഓറഞ്ച് ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഐസ് വാട്ടറും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കസ്കസോ ഇഞ്ചിയോ അല്ലെങ്കിൽ പുതിനയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അല്പം കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. എല്ലാവരും കൂടിയിട്ട് നോമ്പ് തുറക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ നോമ്പും പൂർത്തിയായി. ഇനിയിപ്പോൾ 4-ാം ദിവസമാണ്. അന്നും അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ ഡിന്നറിലേക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നൈസ് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനോടൊപ്പം ഉരുളക്കിഴങ്ങ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന നൈസ് പത്തിരിയുടെ റെസിപ്പി കൂടി പറഞ്ഞുതരാം. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഒറോട്ടിക്ക് ഉപയോഗിക്കുന്ന അതേ മാവ് തന്നെയാണ് കേട്ടോ ഞാൻ പത്തിരിക്കും എടുക്കുന്നത്. അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച ഉടനെ മാവിട്ട് കൊടുക്കാം. എന്നാൽ ഉടനെ തന്നെ ഇളക്കരുത്. ആ ഒരു പൊടി ഒന്ന് വെന്ത് വരണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ വെള്ളം കംപ്ലീറ്റ് വറ്റിക്കഴിഞ്ഞാൽ ചെറിയ തീയിൽ ഇട്ട് കൊടുക്കണം കുറച്ച് നേരം. പച്ചരി നമ്മൾ കുതിർത്തിട്ട് ഉണക്കാതെ തന്നെ മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വറുത്ത മാവാണിത്. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നല്ല ചൂടോടുകൂടി കുഴച്ചെടുത്താൽ മാത്രമാണ് പത്തിരി സോഫ്റ്റ് ആവുക. അപ്പോൾ കൈയൊക്കെ പൊള്ളൂലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കും. എന്നിട്ട് ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് കുഴച്ചെടുക്കലാണ്. കയ്യിലൊക്കെ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മാവ് നല്ലതുപോലെ കുഴച്ച് പരുവപ്പെടുത്തി എടുക്കണം. പത്തിരി 2 രീതിയിൽ പരത്താമല്ലോ. ഒന്ന് പ്രസ്സിലും അല്ലാതെ പൊടിയിട്ടും പരത്താം. അപ്പോൾ പൊടിയിട്ട് പരത്തുന്നത് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രസ്സിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പ്രസ്സിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പ്ലാസ്റ്റിക് കവർ ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഓരോന്നായിട്ട് പരത്തിയിട്ട് ആ ഒരു സമയത്ത് തന്നെ ചുട്ടെടുക്കുകയാണ്. പരത്തി ഇടാൻ പറ്റില്ല, നമ്മൾ പൊടി ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കും. നല്ല അമർത്തി പ്രസ് ചെയ്ത് ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മുടെ വിരലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും, അത്ര തിന്നായിരിക്കണം. എന്നാൽ പത്തിരി നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരും. ഇനി നല്ലതുപോലെ ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉണങ്ങി വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുമ്പോഴേക്കും പത്തിരി നല്ലതുപോലെ പൊങ്ങി വരും. ഒന്ന് മറിച്ചും തിരിച്ചു ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തു മാറ്റാം. ഇനിയിപ്പോൾ പ്രസ് കയ്യിലില്ലാത്തവർക്ക് പത്തിരി പരത്തുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ആ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഞാനൊരു ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറ്റൊരു പ്ലാസ്റ്റിക് കവർ മീതെ വെച്ചിട്ട് ഇതുപോലൊരു പാത്രം വെച്ച് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോഴും നല്ല തിന്നായിട്ട് പത്തിരി കിട്ടും. പത്തിരിയും കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഷാർജ അടിക്കുകയാണ്. അപ്പോൾ ഷാർജയുടെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്ന് പറഞ്ഞു പോവാം. ഒരു 1/2 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിലക്കടല. അതിലേക്ക് 1 കവർ ബൂസ്റ്റും 1 കവർ ഹോർലിക്സും ഇട്ടു. പിന്നെ 2 ചെറുപഴമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്, കദളിപ്പഴം. എന്നിട്ട് നല്ല കട്ടിയുള്ള പാല് ചേർത്തിട്ട് അടിച്ചെടുക്കുക. ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കണം. പാല് പുറത്തെടുത്ത് വെച്ചതുകൊണ്ട് അല്പം അലിഞ്ഞു പോയി, അതുകൊണ്ടാണ് കേട്ടോ ഷാർജ ഇങ്ങനെ ലൂസായി പോയത്. അപ്പോൾ നിങ്ങൾ അടിക്കുമ്പം ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയായ പാല് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഷാർജ റെഡിയാക്കുക. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത് കൊഴുക്കട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് ചെറുപയർ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരയും ഒന്ന് ഉരുക്കിയെടുത്ത് അരിച്ച് മാറ്റി വെച്ചു.
ഇനിയിപ്പോൾ അതിലേക്കുള്ള മാവ് റെഡിയാക്കുകയാണ്. ഇനിയിപ്പോൾ അല്പം തേങ്ങയും 2 ഏലക്കയും പിന്നെ ആ ഒരു പയറുപൊടിയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഉരുക്കിയതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഈർപ്പമൊക്കെ വറ്റിച്ച് എടുക്കുക. അപ്പോൾ ആ ഒരു ഫില്ലിങ് റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ പത്തിരി പോലെ പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്കാണിത്. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ബന്നിൻ്റെ ഉള്ളിൽ ഓംലെറ്റും ക്യാബേജും ഒക്കെ വെച്ചിട്ട് അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ എത്തിച്ചപ്പോഴേക്കും ബാങ്കും കൊടുത്തു. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ മുമ്പ് കുക്കിങ്ങൊക്കെ റെഡിയാക്കി തയ്യാറായിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കുന്നവർക്കും ഒരു ചെറിയ റിലാക്സേഷനൊക്കെ കിട്ടുള്ളൂ. ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തിരക്കിട്ട് പണികൾ ചെയ്യുന്ന അത്ര ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മൾ എത്രയും വേഗം ചെയ്ത് തീർക്കാൻ നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് കിച്ചണിൽ കുറച്ച് നേരത്തെ കയറിയാൽ മതി. പിന്നെ ഞാൻ ഈ ഷൂട്ടും കൂടെ ചെയ്യുന്നതുകൊണ്ട് നല്ല പണിയാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.